Welcome to Flavors of Thailand. ഇത് ശരിക്കും ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സഫാരി വേൾഡ്. ഇതെന്താ ഇത് റെഡ് കളറിലെ ഓറഞ്ച് ഫ്ലമിംഗോസ്. സ്കാർലറ്റ് ഐബിസ്, നല്ല ബ്യൂട്ടിഫുൾ കളർ. ഇങ്ങനെ കുറേ എണ്ണമുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞൊരു കാഴ്ച ബംഗ്ലാവിൽ വരുന്നത് പോലെയും കൂടിയാണ്. ധാരാളം മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉണ്ട്. അതിൻ്റെ കൂടെയാണ് ഈ ഷോസ് ഉള്ളത്. അപ്പോൾ എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ഒരു ഹോൾ ഡേ സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഫാമിലി ആയിട്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബാങ്കോക്ക് ട്രിപ്പ് വയ്ക്കുകയാണെങ്കിൽ മസ്റ്റ് സീ പ്ലേസുകളൊന്ന് ഞാൻ പറയും സഫാരി വേൾഡാണ്. പിന്നെ ഒന്ന് ചത്തുചങ് മാർക്കറ്റ്, പിന്നെ ചൈന ടൗൺ, അങ്ങനെ ഇവിടെ ബാക്കി കാര്യങ്ങളെല്ലാം കാണേണ്ടത് തന്നെയാണ്. ഇതൊരിക്കലും മിസ് ഔട്ട് ചെയ്യരുത്. ഇത് കണ്ടില്ലേ, ഇവിടെ മുഴുവൻ ക്യൂബൻ ഫ്ലെമിംഗോ. ഹാ ഹാ ഹാ, ഇഷ്ടം പോലെ ഉണ്ട്. എന്തൊരു ഭംഗി. ക്രാപ്പ് എന്ന് പറഞ്ഞ ഫിഷാണ് ഇത് ഫിഷ് ഇവിടെ ഫീഡിങ് പോയിൻ്റാണ്. വേണമെങ്കിൽ ഫീഡ് ചെയ്യാം ഈ ഫിഷിന്. ക്രാപ്പ് എന്ന് പറഞ്ഞ ഫിഷാണ്. ഇഷ്ടംപോലെ എന്തൊരു ഭംഗിയുള്ള സെറ്റിംഗ് ആണ് നോക്കി. ഇവനാണ് യെല്ലോ റോസ് വിങ് പാരറ്റ്. ആഹാ ഹാ ഹാ, പച്ചത്തത്തെ കണ്ടിട്ടുണ്ട്. ഇത് നോക്കും, മഞ്ഞത്തത്ത, കഴുത്തിൽ മറ്റേ ഓറഞ്ച് ബാൻഡും ഒക്കെ ആയിട്ട്, റെഡ് ബാൻഡ്. സുന്ദരികൾ, മഞ്ഞക്കിളി, മഞ്ഞത്തത്ത. ശരിക്കും സഫാരി വേൾഡിൻ്റെ ഒരു 1/4 മാത്രമേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നിട്ടുള്ളൂ. കാരണം എനിക്ക് സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ ഓടി നടന്ന് കാണാൻ പറ്റുന്നത്രയും കണ്ടു. പക്ഷേ ഇത് 1 ഡേ ഫുൾ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കണം. ഇതിൻ്റെ ഒരു 4 ഇരട്ടി കാണാൻ ഇവിടെയുണ്ട്. വൈറ്റ് ടൈഗർ മാത്രമല്ല, ഇവിടെ നമ്മുടെ സാധാരണ ടൈഗറും ഉണ്ട്. മെജസ്റ്റിക് ടൈഗർ, ബംഗാൾ ടൈഗർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലത്തെ. ഇതിൻ്റെ അടുത്ത് പോയിരിക്കുമ്പോൾ അത് മൂവ് ചെയ്യും. ഞാൻ ഒന്നുകൂടി എഴുന്നേറ്റിരിക്കട്ടെ. ഓക്കെ, സീബ്ര ടവർ. ഇവിടെ ശരിക്കും സീബ്ര ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ഇവിടെ സോഫ്റ്റ് സെർവ് സീബ്ര ടവർ എന്നാണ് പറയുന്നത്. ഇവിടെ എല്ലാ ഐസ്ക്രീമും ഇങ്ങനെ സീബ്രയെ പോലെ തരുന്നത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. നൈസ്, താങ്ക് യു. സീബ്ര ടവർ. അപ്പോൾ ഇനി സീബ്രയെ കഴിച്ചിട്ട് പോവാം. ഇവിടുന്ന് എക്സിറ്റാണ്, ഞാൻ പുറത്തേക്ക് പോവാണ്. ഇവിടെ ഫീഡിംഗ് ഉണ്ട് സ്വാനിനും ഫിഷിനും. കാപ്പ് എന്ന് പറഞ്ഞ മീൻ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഫീഡ് ചെയ്താൽ എല്ലാം കൂടി ചാടി വരും.
കുട്ടി ടൈഗേഴ്സ്. ഇപ്പം നമ്മൾ ഈ സഫാരി പാർക്കിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇവിടെ ഒരു പർട്ടിക്കുലർ ടൈം, ഒരു 4:30 മണി തൊട്ട് 5 മണി വരെ ഇങ്ങനെ നമ്മളുടെ വാഹനം പുറത്തേക്ക് വിടും. ഇങ്ങനെ പുറത്തു നിന്നും അകത്തേക്ക് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പോകാനായിട്ട് സമ്മതിക്കും, ഒരു സഫാരി ട്രിപ്പ് പോലെ. അപ്പോൾ എല്ലാ വാഹനങ്ങളും ആ സമയത്ത് ഇങ്ങനെ സ്ലോ ആയിട്ട് പോകും. പക്ഷേ ആരും തന്നെ പുറത്തിറങ്ങി നിന്ന് കാണാൻ പാടില്ല. കാറിലോ അല്ലെങ്കിൽ വാനിലോ ബസ്സിലോ ഇരുന്ന് കാണണം. അപ്പോൾ ഇവിടുത്തെ ഈ കംപ്ലീറ്റ് ആനിമൽസിനെയും ഇങ്ങനെ ഇവിടെ താമസിക്കുന്ന ബേർഡ്സിനെയും, ജിറാഫ്, സീബ്ര, ഫ്ലെമിംഗോസ് എല്ലാത്തിനെയും കാണാൻ സാധിക്കും. റൈനോസറസ്, ഇവരെല്ലാം ഇങ്ങനെ ഓപ്പണായിട്ടൊരു ഓപ്പൺ സൂ പോലെ ഒരു നാച്ചുറൽ ഹാബിറ്ററ്റിൽ ഇങ്ങനെ വലിയൊരു കാട്ടിനകത്ത് നിൽക്കുന്ന പോലെ നമുക്ക് കാണാം. നമ്മളൊരു വണ്ടിക്കകത്താണ് ഇങ്ങനെ പോയി കാണുന്നത് സഫാരി. ഇത് ജിറാഫ്, ഇത്രയും ജിറാഫ്, ഒരുപാട് ജിറാഫുകൾ, ഇത്രയും ജിറാഫുകളും എല്ലാം ഒന്നിച്ച് അടുത്തടുത്ത് ഇങ്ങനെ നടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. തൊട്ടിപ്പുറത്ത് നോക്കുമ്പോൾ സീബ്ര ഉണ്ടാകും, ചിലപ്പോൾ അതിൻ്റെ അടുത്ത് റൈന ഉണ്ടാകും, പിന്നെ കുറേ ബേർഡ്സ്. എല്ലാവരും ഭയങ്കര സഹവർത്തിത്വത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. കണ്ടില്ലേ, ഭയങ്കര ഒരു കോഡിയലായിട്ട് ഫ്രണ്ട്ഷിപ്പ്. ഓപ്പൺ സൂ മാതിരി റൈനോ, ഇഷ്ടംപോലെ റൈനോ. ഇപ്പം നമ്മളൊരു ആഫ്രിക്കൻ സഫാരിക്കൊക്കെ പോകുന്ന പോലെ തോന്നുന്നു. ഒരു ഓപ്പൺ സ്പേസിൽ ഇങ്ങനെ എല്ലാ ആനിമൽസും ഒന്നിച്ചിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഒരു പ്രത്യേക അനുഭവമാണ് ഈ ഒരു ഫീലിംഗ്. ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ കയറി നിൽക്കുന്ന സീബ്രയൊക്കെ ഒരു പേടിയില്ല. പക്ഷെ അതുകൊണ്ട് വെഹിക്കിൾസ്, പോകുന്ന വാഹനങ്ങൾ വളരെ സാവധാനം ഈ ആനിമൽസിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ വേണം പോകാൻ. അയ്യോ, എല്ലാം ഇങ്ങനെ വഴിയിലിങ്ങനെ നടക്കുക, കണ്ടില്ലേ? എന്തോരം സീബ്രാസ് ഇത് ഹാപ്പി ആയിട്ട് നടക്കുന്നത്. കുതിരയൊക്കെ പോകുന്ന പോലെ പോവാണ് സീബ്രാസ്. വാഹനങ്ങളെല്ലാം ഒരു കോൺവോയ് പോലെ ഒരേ സമയമാണ് വിടുന്നത്. അപ്പോൾ സ്ലോ ആയിട്ട് ബസ്, വാന്, കാറ്, പ്രൈവറ്റ് വെഹിക്കിൾസ് എല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഈ റോഡിലൂടെ, ഇങ്ങനെ വരിയായിട്ട്. അപ്പോൾ ഇത് ആനിമൽ ക്രോസിംഗ് ഒക്കെ ഉണ്ടാകും. ആനിമൽസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്രോസ് ചെയ്യുക. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പോകണം, അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ പോകണം. മാനുകൾ, ഇടയ്ക്ക് ചില മാനുകളെ കാണാം. ഒരു സൈഡിൽ കുറച്ച് മാനുകളൊക്കെ ഇങ്ങനെ ചുമ്മാ നടക്കുന്നു. ഏത് ആനിമലിനാണ് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുകയെന്ന് പറയാൻ. ഇടയ്ക്കിടയ്ക്ക് പല ആനിമൽസിനെയും കാണാൻ സാധിക്കും. ചില സ്ഥലത്ത് ഭയങ്കര ഗ്രൂപ്പായിട്ട് നിൽക്കും, ചില സ്ഥലത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്നതും കാണാം. നോക്കൂ, ഇവിടെ എല്ലാം ഡിയർ പാർക്ക് മാതിരി കംപ്ലീറ്റ് ഡിയേഴ്സാണ്, മാനുകൾ. പ്ലീസ് സ്റ്റേ ഇൻ യുവർ കാർ, ആനിമൽസ് ഹാവ് റൈറ്റ് ഓഫ് വേ എന്ന് എവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. കാര്യം ആനിമൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അവരുടെ സ്ഥലമാണ്. അപ്പോൾ വെഹിക്കിൾ വളരെ സ്ലോ ആയിട്ടേ പോകാവുള്ളൂ, അവരെ ഡിസ്റ്റർബ് ചെയ്യരുതെന്നാണ് ഉദ്ദേശിക്കുന്നത്. അയ്യോ, അതിൻ്റെ കുഞ്ഞുങ്ങളായിട്ട് നോക്ക്, എന്തൊരു ഭംഗി. ഡിയറിൻ്റെ കുഞ്ഞുങ്ങളും കുറേ കുഞ്ഞു കുഞ്ഞുങ്ങൾ. മാനുകൾ ഇവിടെ പ്രസവിച്ച് ഇവിടെ തന്നെ കുഞ്ഞുങ്ങളെ വളർത്തുന്നു. നല്ല ഭംഗി. ഇതൊരു ഓപ്പൺ സഫാരിയാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സഫാരി വേൾഡ് ബാങ്കോക്ക്. കാട്ടുപോത്തും മാനും ഒക്കെ അടുത്തടുത്ത് നിൽക്കുന്ന കാഴ്ചയും കാണാം. അയ്യോ, അവർ ഷെയർ ചെയ്യുന്നുണ്ട് ഭക്ഷണം ഒന്നിച്ച്. പുള്ളിമാനും ഉണ്ട്, അല്ലാത്ത മാനുണ്ട്.
എല്ലാം തന്നെ പെലിക്കൻസ്. പെട്ടെന്ന് അവരെ തിരിച്ചറിയാൻ പറ്റില്ല, കാര്യം അത് ഉണങ്ങിയ കമ്പും അവരുടെ ദേഹവും ഏതാണ്ട് ഒരുപോലെ ഇരിക്കുന്നു, കളർ സ്കീം. പിന്നെ കുറേ പേര് വെള്ളത്തിൽ നീരാടുന്നുണ്ട് പെലിക്കൻസ്. എന്തൊരു മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഒരു ഓപ്പൺ എയറിൽ ഇങ്ങനെ കാണാൻ സാധിക്കാമെന്ന് പറയുമ്പോൾ ഇത്രയും ആനിമൽസ് ഭയങ്കര സഹവർത്തിത്വത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിൽ പരസ്പര വിശ്വാസത്തിൽ ജീവിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതിൻ്റെ അകത്ത് സോ നൈസ്. ഓപ്പൺ സഫാരി വളരെ രസകരമായിരിക്കുന്നു. ടൈഗറിനെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ സാധിക്കും. ഇതേ ഓപ്പൺ എയറിൽ അവൻ കിടക്കുന്നുണ്ടോ വെള്ളത്തിൻ്റെ സൈഡിൽ. അതുകൊണ്ട് നമ്മുടെ വാഹനത്തിൻ്റെ വാതിലെല്ലാം അടച്ചു പോകണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്, അല്ലെങ്കിൽ വെരി ഡേഞ്ചറസ്. ഇറ്റ്സ് ഒരു ഓപ്പൺ സഫാരിയാണിത്. കാട്ടിൻ്റെ ഉള്ളിലൂടെ പോകുന്ന പോലെയാണ്. ഓപ്പൺ സ്പേസിൽ അവൻ കിടക്കാണ് ടൈഗർ. എത്ര പേര് ഇവിടെ താഴെ 2 പേര് വെള്ളത്തിൻ്റെ സൈഡിൽ. ഇവിടെ ഫുൾ ടൈഗേഴ്സിനെ ഇങ്ങനെ കാണാൻ സാധിക്കും. കാട്ടിനകത്ത് അവരിങ്ങനെ ജീവിക്കുന്ന അതിനകത്തൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഡേഞ്ചറസ് ആനിമൽസിൻ്റെ ഏരിയ എന്ന് സ്പെസിഫിക് ആയിട്ട് എഴുതിയിട്ടുണ്ട്. വാഹനങ്ങൾ സൂക്ഷിക്കുക. കാര്യം ഈ ഡേഞ്ചറസ് ആനിമൽസ് എന്ന് പറയുമ്പോൾ ടൈഗറാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ബംഗാൾ ടൈഗർ. അവനിവിടെ ഇങ്ങനെ സ്വൈരവിഹാരം നടത്തുന്ന സ്ഥലമാണ്. അവൻ്റെ ഏരിയയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇത് ശരിക്കും നമ്മൾ കാട്ടിനകത്തൂടെ പോവാണ്. ഇതൊരു എന്താ പറയുക, റിസർവ് ഫോറസ്റ്റ് മാതിരി. ഒരബദ്ധത്തിൽ പോലും വാഹനം നിർത്തി ഇറങ്ങാൻ ശ്രമിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടൈഗേഴ്സ് ആർ വെരി ഡേഞ്ചറസ്. അതുകൊണ്ട് അവരുടെ ഇടയിലേക്ക് ഇറങ്ങി പോകരുത്. ഒരു അഡ്വഞ്ചറും നടത്തരുത്. ഫോട്ടോസ് എടുക്കാനോ ഒന്നും പുറത്തിറങ്ങരുത്. ശോ ഇവരെല്ലാവരും പ്ലാറ്റ്ഫോമിൽ കയറി കിടക്കുകയാണ്, ടൈഗേഴ്സ് എല്ലാവരും കൂടി. എൻ്റെ ദൈവമേ, ഉറക്കം. എത്ര പേര്. ഒരുപാട് ഈ മരങ്ങളിലെല്ലാം തന്നെ പക്ഷികളുണ്ട്. വൈകുന്നേര സമയമാണ്, എല്ലാവരും തിരിച്ച് കൂടണയുന്ന സമയമാണ്. മരച്ചില്ലകളിൽ അവർക്ക് കൂടുണ്ട്. കൂട്ടിൻ്റെ ഉള്ളിൽ എല്ലാം കയറിയിരിക്കുന്നുണ്ട്. സാധാരണക്കാരായ അനിമൽസ് ജീവിക്കുന്ന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. എൻ്റെ അമ്മേ, ഇവിടെ ഹിമാലയൻ ബ്ലാക്ക് ബെയർ കരടിയുടെ ഏരിയയിലെത്തി. അതേ കുറേ കരടിമാരുണ്ടല്ലോ ഇവിടെ. അയ്യോ, ചാരി ഇരിക്കുന്നത് നോക്കൂ സുന്ദരൻ. നൈസ്. പീകോക്സ്, ബഫലോസ്, കേപ്പ് ബഫലോ. കുറേ പീകോക്സും ഉണ്ട്, കേപ്പ് ബഫലോസും ഉണ്ട് ഇവിടെ. ഇവൻ്റെ പേരാണ് കേപ്പ്, CAPE, കേപ്പ് ബഫലോ. അങ്ങനെ നമ്മൾ എക്സിറ്റ് വെളിയിലേക്ക് ഇറങ്ങാണ്. ഓപ്പൺ സഫാരി ഈസ് ഓവർ. ഇനി നമ്മൾ മെയിൻ സ്ട്രീമിലേക്ക് കയറി കഴിഞ്ഞു. ഇപ്പോൾ സഫാരി വേൾഡിൻ്റെ ആ ഫ്രണ്ട് പോർഷനിലേക്ക്, പാർക്കിംഗ് ഏരിയ, അതിൻ്റെ ഫ്രണ്ട് ഏരിയയിലേക്ക് വരികയാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ഓപ്പൺ സഫാരി വിശേഷം.
ഡിഷസ് അവരെങ്ങനെ കുക്ക് ചെയ്യുന്നു ഇതൊന്ന് കാണണ്ടേ. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കാം. നമ്മുടെ സ്റ്റീം ഫിഷ് വിത്ത് കറി പേസ്റ്റിന് വേണ്ടി കൊണ്ടുവച്ചിരിക്കുന്ന കരിക്കാണ്. കരിക്കിൻ്റെ അകത്താണ് അത് സെർവ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് നോക്കൂ, കരിക്കിനെ നല്ല ഭംഗിയായിട്ട് വൃത്തിയാക്കി ഇങ്ങനെ ചെയ്യും. ഇത്രയും വെള്ളമുണ്ട്. ഇതിൻ്റെ വെള്ളം എടുക്കാം. ധാരാളം വെള്ളമുള്ള കരിക്ക, വലുത്, നല്ല ഷേപ്പിൽ. മേളിലത്തെ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കാം അവർ. നല്ല കരിക്ക്. ഞാൻ നല്ല ദാഹിച്ചിരിക്കുമായിരുന്നു. ഇവിടുത്തെ സ്പെഷ്യലാണ്. ഈ കിച്ചണിൽ നോക്കൂ, അടുപ്പ് ഇവിടെ തന്നെ ഉണ്ട്, അടുത്ത് തന്നെ പൈപ്പും ഉണ്ട്. അപ്പോൾ കുക്കിങ്ങും ക്ലീനിങ്ങും ഒരേ സ്ഥലത്ത് ഒരേ സമയം നടക്കും. ചട്ടിയെല്ലാം ക്ലീൻ ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇത് റെഡ് കറി പേസ്റ്റാണ്, തായ് റെഡ് കറി പേസ്റ്റ്. അതിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്, കറി പേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു പ്രത്യേക കാര്യം, പല പല ഇൻഗ്രീഡിയൻസ്, ലെമൺ ഗ്രാസ്, ഗാലങ്കൽ, പിന്നെ വറ്റൽ മുളക്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചേർത്തൊരു പേസ്റ്റ് ഉണ്ടാക്കി വയ്ക്കും. അത് വാങ്ങാനും കിട്ടും. തായ് കറി പേസ്റ്റ്, റെഡ് കറി പേസ്റ്റ്, ഗ്രീൻ കറി പേസ്റ്റ്. അപ്പോൾ ഇതിൽ ഇവർ ഉണ്ടാക്കി വെക്കും റെഡ് കറി പേസ്റ്റ്. അത് കുറച്ചെടുത്ത് ഇങ്ങനെ ചട്ടിയിലേക്ക് ഇടും. ഇതിലിടാൻ പോണ കാര്യങ്ങൾ നോക്കിക്കോളൂ. മുളക്, സ്പ്രൗട്ട്സ്, പിന്നെ ഇത് കാഫർ ലൈം ലീവ്സ്. ഇതൊരു സിട്രസ് നാരങ്ങയുടെ ഫ്ലേവർ തരുന്ന കാര്യമാണ്. മുട്ട, 2 മുട്ട. ഓക്കെ, കറി പേസ്റ്റ് ഇവിടെ ചട്ടിയിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി കുറച്ച് കോക്കനട്ട് മിൽക്ക് ഒഴിക്കും. മുട്ട ചേർത്തു 2 എണ്ണം. പിന്നെ കുറച്ച് കോക്കനട്ട് ക്രീം. ഇങ്ങനെ സോട്ട് ചെയ്യും. അപ്പം മുട്ടയും കൂടി ചേർന്നത് കൊണ്ട് അതിങ്ങനെ പെട്ടെന്ന് അങ്ങനെ തിക്കായി വരും. അപ്പോൾ ഒരു ഗ്രേവിയായി. ഇനി ഇതിലേക്കാണ് സീ ഫുഡ്. ഇത് സീ ഫുഡ് ഐറ്റംസ് ചേർക്കാൻ പോവാണ്. ഇത് നോക്കിക്കോളൂ. ഇതിൽ കണവയുണ്ട്, പിന്നെന്താ കക്കയുണ്ട്, കല്ലുമേക്കായുണ്ട്, പിന്നെ പ്രോൺസ് ഉണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇത് സീ ഫുഡ്. സീ ഫുഡ് വിത്ത് കറി പേസ്റ്റാണ് ഇപ്പോൾ ചെയ്യുന്നത്. സീ ഫുഡ്, തായ് സീ ഫുഡ് കറി. ഒരു തായ് കറിയാണിത്. ഇതിൽ കുറേ ബേസിൽ ലീവ്സ് അവസാനം ചേർക്കും. അപ്പോൾ ഏകദേശമൊക്കെ ധാരണ കിട്ടുന്നുണ്ടല്ലോ തായ് വിഭവങ്ങൾ എങ്ങനെയാണ് ആയി വരുന്നത്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ബേസിൽ ലീവ്സ്. അതായത് ഈ ഒരു രാമതുളസിയുടെ ഇല പോലെ അതെടുത്തിട്ട് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഫ്ലേവർ അങ്ങ് മാറും. അതുപോലെ കാഫർ ലൈം ലീവ്സ്, അതൊരു നാരകത്തിൻ്റെ ഇല എന്നൊക്കെ പറയുന്നത്. നല്ലൊരു സിട്രസ് ഫ്ലേവറാണ്. ഒരു നാരങ്ങയുടെ ഒരു മണവും സ്വാദും തരുന്നതാണ്. അപ്പോൾ ഇനി ഇത് ഇതിനകത്താണ് വെക്കുന്നത്. കണ്ടല്ലോ, കരിക്കിനകത്ത് ടെൻഡർ കോക്കനട്ട് ഉണ്ട്. അതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് വയ്ക്കും. അപ്പോൾ അതും കൂടി കഴിക്കുന്ന സമയം അതും കൂടി ചേർത്തിട്ടാണ് കഴിക്കുന്നത്. യെസ്, ഇനി കോരി അത് ഫില്ല് ചെയ്യും. അപ്പോൾ നല്ല ഡ്രൈ ആയി, ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഭാഗമായി അരപ്പെല്ലാം. സീ ഫുഡ് ഇൻ തായ് കറി പേസ്റ്റ്. തായ് ഡിഷ് റെഡി. കരിക്കിനകത്താണ് സെർവ് ചെയ്തിരിക്കുന്നത് ടെൻഡർ കോക്കനട്ട്. അതിനകത്ത് ടെൻഡർ കോക്കനട്ട് ഉണ്ട്. ഇവിടെ പാത്രം കഴുകൽ എന്തെളുപ്പം നോക്കുക. ഇവിടെ ചട്ടിയിൽ ഉണ്ടാക്കി ഇപ്പോൾ അതിനകത്ത് സ്ക്രബ് ചെയ്യുന്നു. നല്ല നല്ല കട്ടിയുള്ള മെറ്റലിൽ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ഇതേ പൈപ്പുണ്ട് ഇവിടെ. ഇതിൻ്റെ കഴുകി ഇവിടെ തന്നെ ഒഴിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഡ്രെയിൻ ചെയ്ത് പോകാനായിട്ട് സ്ഥലമുണ്ട്. അപ്പോൾ എന്തായാലും ഷെഫുമാർക്ക് ജോലി എളുപ്പമാണ്. കാര്യം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ട. പാത്രം കഴുകലും ക്ലീനിങ്ങും ഉണ്ടാക്കലും ഒരേ സ്ഥലത്ത് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ സീ ഫുഡ് ഇൻ തായ് കറി പേസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ പോകാം. അതിൻ്റെ ഡിഫറെൻ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, അതിൻ്റെ സെർവിങ് പാറ്റേൺ തന്നെ എന്ത് വ്യത്യാസമാണ് കരിക്കിനകത്തൊക്കെ വെച്ച്. പക്ക തായ് ടേസ്റ്റ്. ഒരു തായ് കറി കഴിച്ചാൽ ഇത് തന്നെയാണ് എൻ്റെ സ്വാദം. എരിവും ഒരു ചെറിയ പുളിയും ഒരു ഇച്ചിരി മധുരവും എല്ലാം കൂടി ചേർന്ന് നല്ല സ്പൈസി ഒരു കാര്യമാണിത്. സീ ഫുഡ് ഇൻ തായ് കറി പേസ്റ്റ്. ഇതിൽ കണവ, കൊഞ്ച്, പിന്നെന്താ നമ്മളുടെ കല്ലുമേക്ക എല്ലാം ഉണ്ട്. മീൻ എല്ലാം കൂടി ഇട്ടിട്ടാണ്. ഇത് ടേസ്റ്റ് അറിയാം. നല്ല ഇത് നമ്മുടെ
ടേസ്റ്റ് ബഡ്സിൻ്റെ എല്ലാം നമ്മുടെ രസമുകുളങ്ങളെ എല്ലാം തന്നെ ഉത്തേജിപ്പിക്കാനുള്ള കഴിവ് തായ് ഫുഡിനുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാര്യം ഓരോ പോയിന്റിലും നമുക്കത് ഫീൽ ചെയ്യാൻ സാധിക്കും. നമ്മൾ ഒരു കാര്യം എടുത്ത് ഇങ്ങനെ വായിൽ വയ്ക്കുമ്പോൾ തന്നെ ഒരൊറ്റ കാര്യം മാത്രമല്ല കിട്ടുന്നത്. നമ്മുടെ എരിവിൻ്റെ ടേസ്റ്റ് ബഡ്സ്, പുളിയുടേത്, മധുരത്തിൻ്റെത്, നമുക്കിഷ്ടപ്പെടുന്ന എല്ലാ കാര്യത്തിനും ഒരു ബ്ലൻഡ് അറ്റ് എ ടൈം തന്നെ നമ്മുടെ വായ്ക്കകത്ത് കിട്ടും. അപ്പോൾ വായിലിങ്ങനെ വെള്ളം ഊറുന്ന രീതിയിലുള്ളൊരു സ്വാദ് നമുക്ക് ഉണ്ടാവും. ഇറ്റ്സ് വെരി നൈസ്. ഒത്തൻറ്റിക് തായ് ഡിഷസ് എക്സലൻ്റ് ആണ്. പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് കഴിച്ചിട്ട് കാര്യമില്ല. അത് ഒറിജിനൽ സ്ഥലത്ത് നിന്ന് ഒറിജിനലായിട്ട് കഴിക്കണം. അതാണ് കറക്റ്റ്. അങ്ങനെ ചെയ്താൽ തായ് ഫുഡ് ഇഷ്ടപ്പെടാത്ത ഒരു മലയാളി പോലും ഉണ്ടാവില്ല. എല്ലാവർക്കും ഇഷ്ടം.